ദൈവം അനുവദിച്ച ഭാരം. വേദപുസ്തകത്തിൽ ഒത്തിരി പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇതാ ഗെത്സമനിൽ വന്നിരിക്കുന്നു. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. പറഞ്ഞു, ദൈവം അനുവദിച്ച ചില ഭാരങ്ങളുണ്ട് കേട്ടോ, അതിന് ദൈവം നീക്കുപോക്ക് കൽപ്പിക്കും. പക്ഷേ പിടിച്ചു നിൽക്കണമല്ലോ, അതുവരെ പിടിച്ചു നിൽക്കണമല്ലോ. ആ ഭാരം ഇങ്ങനെ കൊണ്ട് നടക്കുക, അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തുറന്നു. ദൈവത്തിന്റെ ഒരു ദൂതനെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചു. യേശുവിനെ ശക്തിപ്പെടുത്തി. ശ്രദ്ധിക്കൂ, യേശുവിനെ ശക്തിപ്പെടുത്തി. ചില ഭാരങ്ങൾ ദൈവം അനുവദിച്ച ഭാരമുണ്ട്. അത് ചില വിടുതലുകൾ നടക്കുന്നത് വരെ, ചില കാര്യം നടക്കുന്നത് വരെ ദൈവം നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. എന്താ സംഭവിച്ചത്? ആകെ വ്യാകുലപ്പെട്ടു നിന്ന എന്റെ യേശു കർത്താവ് ഇതാ പിന്നത്തിൽ ഇറങ്ങി വന്നത്. ആ യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിൽ പറയുന്നു, യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികളും ചേവകരും മഹാപുരോഹിതന്മാരും റോമൻ പടയാളികളുമായിട്ട് വാളും കുന്തവുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേനായ യേശു, അത് ഞാൻ തന്നെ. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ഈ ബലം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തുനിന്ന് ദൂതൻ ഇറങ്ങി ശക്തീകരിച്ചതാ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോകുകയാ, ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാ. എന്റെ യേശുവിന്റെ അത് ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോഴും ഒരു ക്ഷീണവുമില്ല, ധൈര്യത്തോടെ നിൽക്കുകയാ. ആണികൾ അടിക്കുമ്പോഴും മുൾക്കിരീടം വയ്ക്കുമ്പോഴും അവൻ വിലാപ്പുറത്ത് കുത്തുകൊള്ളുമ്പോഴും ആ വേദനയൊക്കെ സഹിപ്പാൻ അവൻ നിൽക്കുകയാ. എന്താണെന്നറിയാമോ? ദൈവം അനുവദിച്ച ഭാരമാണ്. ഇതിനൊരു മറുപടിയുണ്ട്. ദൈവം ഏറ്റവും ഉയർത്താൻ പോകുന്നു, ദൈവം ഏറ്റവും മാനിക്കാൻ പോകുന്നു. അല്പസമയങ്ങൾ ചേർന്ന് കരമടിച്ച് ആത്മാവിൽ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഭാരങ്ങൾ മാറുകയാണ്, ചില വേദനകൾ മാറുകയാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലരുടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ.